എന്നെ വേദനിപ്പിച്ചു പോയ എല്ലാവരും വിഷമിക്കണം. നമസ്കാരം, ഞാൻ ജയന്താണ്. ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും. 3 വട്ടം പോയിട്ടുണ്ട്. ട്രെയിലർ കണ്ടു. ആടുജീവിതം എന്ന് പറയുന്ന ഒരു ചിത്രത്തിന് ശേഷം പൃഥ്വിരാജിൻ്റെ ഒരു നെക്സ്റ്റ് പടം, ഒരു കോമഡി പടം. ബേസിൽ ജോസഫ്, അനശ്വര രാജൻ, വിൻദാസ് എന്ന് പറയുന്ന ഡയറക്ടറാണ് സംവിധാനം ചെയ്തേക്കുന്നത്. ഒരു ഫുൾ ടൈം ഒരു കോമഡി സസ്പെൻസ് ത്രില്ലർ ആണെന്ന് എനിക്ക് തോന്നുന്നത് ട്രെയിലർ കണ്ടിട്ട്. കുറേ അങ്ങൊക്കെ കുറേ കോമഡിയും കാര്യങ്ങളൊക്കെ കണ്ടു. പക്ഷേ ആടുജീവിതം എന്ന് പറയുന്ന ഒരു കൂതറ പടത്തിന് ശേഷം പൃഥ്വിരാജിൻ്റെ ഒരു വെറൈറ്റി സംഭവമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കൂതറപ്പടം എന്ന് പറയാൻ കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരു വർഷം പൃഥ്വിരാജ് എന്ത് ചെയ്തു? 1 മാസം അല്ലെങ്കിൽ ഒരു 4 മാസം ശ്രമിച്ചാൽ നടക്കുന്ന കാര്യമാണ് ഈ ഒരു വെയിറ്റ് കുറയ്ക്കുക, അല്ലെങ്കിൽ ഒരു കമ്പ് പോലെ ആവുക. ഇങ്ങനെ കമ്പായ ഒരാളിന് തടി വെക്കണമെങ്കിൽ ഒരു 10 ദിവസം വിചാരിച്ചാൽ മതി. ഈ ഒരു സമയത്താണ് നമ്മുടെ പൃഥ്വിരാജിന് ഓസ്കാർ കിട്ടും, സ്റ്റേറ്റ് അവാർഡ് കിട്ടും, തേങ്ങ കിട്ടും, മാങ്ങ കിട്ടും എന്നൊക്കെ. അതിനോട് എനിക്ക് പടം കണ്ടിട്ട് പലരും പറഞ്ഞു, പടം കണ്ടാൽ നമ്മൾ കരഞ്ഞിറങ്ങും, ഇരുന്ന് മൂത്രം ഒഴിക്കും. പക്ഷെ എനിക്ക് മൂത്രം ഒഴിച്ചില്ല, കരഞ്ഞേ ഇല്ല. എനിക്കറിയത്തില്ല, എനിക്ക് പടം ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് സത്യത്തിൽ അത് കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ ഈ നജീബിനെ പുള്ളിയെ വിളിച്ച് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. എനിക്ക് തോന്നുന്നു പുള്ളി ഒരു മരക്കിഴ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഇതേപോലെ ഒരു സ്ഥലത്ത് അകപ്പെട്ടിട്ട് പുള്ളിയുടെ കൂടെ വന്ന ഒരുത്തൻ അടുത്ത് വന്നപ്പോഴാണ് പുള്ളി പോകാൻ തന്നെ ശ്രമിക്കുന്നത്. വേണം, അല്ലെങ്കിൽ പോകണം, അല്ലെങ്കിൽ നാട്ടുകാരെയും ബന്ധുക്കളെയും അല്ലെങ്കിൽ വീട്ടുകാരെയൊക്കെ വേണം എന്നുള്ള ഒരു പുള്ളിക്ക് ആ ഒരു ചിന്ത ആദ്യമേ വന്നിരുന്നെങ്കിൽ പുള്ളിക്ക് എനിക്ക് തോന്നുന്നു അതിന് മുന്നേ രക്ഷപ്പെടാമായിരുന്നു. പക്ഷെ പുള്ളി അത് ചെയ്തില്ല. സത്യം പറഞ്ഞാൽ പുള്ളി അവിടെ കിടന്ന് നാട്ടിൻ്റെ കടി കൊള്ളണം എന്ന് തന്നെയായിരുന്നു എൻ്റെ അഭിപ്രായം. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയതാണ്. അന്ന് അത് ഞാൻ പറയുകയും ചെയ്തു. അല്ലാതെ ഈ ആടുജീവിതം എന്ന് പറയുന്ന ഒരു സിനിമ നെയ്യ് അരച്ചിലോ തുപ്പലോ ഒന്നും ഇനി സത്യം പറഞ്ഞാൽ വന്നില്ല. പക്ഷെ പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു നടൻ ആ പടത്തിന് വേണ്ടി എടുത്ത ആ ഒരു ഇതുണ്ടല്ലോ, ഏത് ആ ഒരു നമ്മളിപ്പോൾ ഒരു പടം ചെയ്യാനായിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് അതിന് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യണ്ടേ. തടി കുറച്ചു, തടി കൂട്ടി, അതിനൊക്കെ നമുക്ക് എന്തായാലും പുള്ളിയെ അഭിനന്ദിക്കേണ്ടതാണ്. എൻ്റെ ഡയറക്ടർ പുള്ളിയും അതിൽ ഭയങ്കര സെറ്റപ്പൊന്നും ചെയ്തേക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം എഴുതി വെച്ചേക്കുന്ന ഒരു കഥ അതേപോലെ അല്ല, അതിൽ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തി മെയിൻ കുറേ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തു, അത്രയേ ഉള്ളൂ. പിന്നെ പൃഥ്വിരാജ് എടുത്ത ആ ഒരു എഫേർട്ട്. പിന്നെ 3 വർഷം കോവിഡായിരുന്നു, 2.5 വർഷം കോവിഡായിരുന്നു. അപ്പം അങ്ങനെ നോക്കുമ്പോൾ 2.5 വർഷം കട്ട്. അപ്പോൾ ഈ 6 വർഷത്തിന് സംതിങ് കുറച്ച് കുറഞ്ഞല്ലോ. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്നൊരു സിനിമ നമ്മുടെ ബ്രോഡാഡി പോലെ ആവാതിരിക്കട്ടെ. അതേപോലത്തെ ഒരു ട്രെയിലറൊക്കെ ഇതേപോലെ വന്നത്. ഇതേ ഒരു ത്രെഡായിരുന്നു. അതല്ലെങ്കിൽ മറ്റൊരു ത്രെഡ്, ഈ ഒരു പാറ്റേണിലാണ് ഒരു ട്രെയിലർ ആദ്യം വന്നത്. എല്ലാവരും കാണണം, വിജയിപ്പിക്കണം. പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ്റെ ആടുജീവിതം എന്ന് പറയുന്ന ഒരു ചിത്രത്തിന് ശേഷം എല്ലാവരും തിയേറ്ററിലിരുന്ന് കരഞ്ഞെങ്കിൽ ഇനി പോയി കുറച്ച് ചിരിക്കാം. അതിനുള്ള വകയെല്ലാം ഇതിനകത്ത്. ഒന്നുമില്ലെങ്കിൽ നമ്മുടെ ബേസിലും പിന്നെ കുറച്ച് നമ്മുടെ ന്യൂ ജനറേഷൻ കുറച്ച് കോമഡി പിള്ളേരും ഇതിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഒരു മികച്ച ചിത്രമാവാൻ ചാൻസ് ഉണ്ട് പടം. പല സ്ഥലത്തെയും കോമഡികൾ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാര്യം ട്രെയിലർ ഇറക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും നല്ല സാധനം കൊടുത്ത് കാണിച്ചാലല്ലേ ആൾക്കാർ കയറും. പടം എന്താവുമെന്ന് ഈ വരുന്ന ആഴ്ച അറിയാം. ഓക്കെ.